നരേന്ദ്രമോദി കേരളത്തിൽ വരുന്നുണ്ട്. ഇത്രയും പ്രാധാന്യം നൽകാനുള്ള കാരണം എന്താണ്? തിരുവനന്തപുരത്ത് നിന്നും കേരളം പിടിക്കാമെന്നൊരു ചിന്ത BJPക്ക് ഉണ്ടായിരിക്കുകയാണോ? ഇപ്പോൾ 1980 തൊട്ട് കഴിഞ്ഞ 45 വർഷം കേരളത്തിലെ BJPയെ എല്ലാ പേരും കൂടെ ചേർന്ന് വളഞ്ഞിട്ട് ആക്രമിക്കുകയായിരുന്നു, ഒറ്റപ്പെടുത്തി ആക്രമിക്കുകയായിരുന്നു. എവിടെയെങ്കിലും അവർ ജയിക്കുമെന്നൊരു സാധ്യത വരുമ്പോഴത്തേക്ക് അത് തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ബാക്കി എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടുന്ന ഒരു അവസ്ഥ കേരളത്തിൽ ഉണ്ടായിരുന്നു. തമിഴ്നാട്ടിലൊന്നും ഇത്രയ്ക്ക് ഒരു തിരിഞ്ഞ് ഉള്ള ഒരു പ്രവൃത്തി ഇല്ലായിരുന്നു. അവിടെയൊക്കെ ജനങ്ങൾ വിശ്വാസം നേടുന്ന ഒരു പ്രശ്നമാണ് ഉണ്ടായിരുന്നത്. അത് ആന്ധ്രയിലായാലും തമിഴ്നാട്ടിലായാലും ഈ പ്രശ്നമാണ് ഉണ്ടായിരുന്നത്, കർണാടകയിലായാലും ആ പ്രശ്നമാണ് ഉണ്ടായിരുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം വോട്ട് കൂടുന്നുണ്ട്, പക്ഷേ സീറ്റ് കിട്ടുന്നില്ല എന്നുള്ളൊരവസ്ഥയിലോട്ട് പോവുകയായിരുന്നു. കാര്യം ഇത്രയും ശതമാനം വോട്ട് കിട്ടുന്നത് മറ്റ് സംസ്ഥാനങ്ങളിലായിരുന്നെങ്കിൽ 1.5% വോട്ട് കിട്ടിയപ്പോൾ പോലും തമിഴ്നാട്ടിൽ നമുക്ക് ഒരു MP BJPക്ക് ഉണ്ടായിരുന്നു. ഇവിടെ അതേസമയം 20% വോട്ട് കിട്ടിയിട്ട് പോലും ഒരു കോർപ്പറേഷൻ പോലും ഭരിക്കാൻ ഉള്ള ഒരു സംവിധാനം അവർ ചെയ്തിട്ടില്ലായിരുന്നു. കാര്യം ഈ തൂക്ക് സഭകൾ വരുമ്പോഴത്തേക്ക് BJP ഒഴിവാക്കി നിർത്തിക്കൊണ്ടുള്ള ഒരു രീതിയാണ് ഇപ്പോഴും BJPയുടെ ജനനം തൊട്ട് തന്നെ, അതായത് ജനസംഘത്തിൻ്റെ കാലം തൊട്ട് തന്നെ ഒറ്റ തിരിപ്പിക്കുക എന്നിട്ട് ആക്രമിക്കുക എന്നുള്ള രീതിയിലാണ് BJP വന്നത്. ഇപ്പോൾ കേരളത്തിൽ BJP വന്ന വഴികൾ വളരെ അപരിചിതമായ വഴികളായിരുന്നു. മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും കേൾക്കാത്ത രീതിയിലായിരുന്നു വന്നത്. ഇതിനിടയ്ക്ക് കോലീബി സഖ്യം അങ്ങനെ ചില സഖ്യങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കിയെങ്കിൽ പോലും BJPയെ ഒരു രീതിയിൽ രക്ഷപ്പെടാൻ അനുവദിക്കില്ല എന്നുള്ള രീതിയിൽ ഈ രണ്ട് മുന്നണികളും പരസ്പരം മത്സരിക്കുന്നുണ്ടായിരുന്നു. ഏറ്റവും നല്ല ഉദാഹരണം, ജയിച്ച കുമ്മനം രാജശേഖരനെ തോൽപ്പിക്കാൻ വേണ്ടി, ജയിച്ച സീറ്റിൽ അവരെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട്, കുമ്മനം രാജശേഖരനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസിൻ്റെ ഒരു സാധ്യതയില്ലാത്തൊരു തിരുവനന്തപുരത്തിൻ്റെ വിജയത്തിന് പിന്നാലെ തന്നെ കേരളത്തിലെ BJP പ്രവർത്തകർക്ക് ആശംസ അറിയിച്ചിരുന്നു. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരനെ നേരിട്ട് തന്നെ വിളിച്ച് അഭിനന്ദിച്ചിട്ടുണ്ട്. പിന്നാലെ താൻ ഇവിടെ എത്തുമെന്നും പറഞ്ഞിട്ടുണ്ട്. അതെ, അത്രയ്ക്ക് നമ്മൾ ആഗ്രഹിച്ചിരുന്ന ഒരു വിജയമായിരുന്നു നരേന്ദ്രമോദിക്ക്. കാര്യം തിരുവനന്തപുരത്ത് പല പ്രാവശ്യം അമിത്ഷാ വന്നിട്ടുണ്ട്, നരേന്ദ്രമോദി വന്നിട്ടുണ്ട്. പക്ഷേ തിരുവനന്തപുരത്ത് താമര വിരിയിക്കില്ല എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധിയോടെയായിരുന്നു കോൺഗ്രസും CPM-ഉം കുറേ കാലം. കഴിഞ്ഞ 40 വർഷം CPM ഭരിച്ചത് തന്നെ BJPക്ക് ശക്തി ഇല്ലാതിരുന്നത് കൊണ്ടല്ല, പക്ഷേ അവരെ ഒറ്റപ്പെടുത്തിയതുകൊണ്ടാണ്. ഇപ്പോൾ ആ ഒരു സാഹചര്യം കടന്ന് നമ്മൾ ത്രഷോൾഡ് എന്ന് പറയും, ആ ത്രഷോൾഡ് ബ്രേക്ക് ചെയ്ത്, അതായത് കോൺഗ്രസിൻ്റെ 10 സീറ്റ് എന്നുള്ള ആ ഒരു ത്രഷോൾഡ് കഴിഞ്ഞോണം കൊണ്ട് എത്തിച്ചെങ്കിൽ പോലും ആ വോട്ടുകളെല്ലാം, കോൺഗ്രസ് ജയിക്കാത്തടത്തുള്ള വോട്ടുകളെല്ലാം CPM-ന് പോയതാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ അത് മാറിയിട്ട് BJP ജയിക്കുമെന്നുള്ള ഒരു രീതിയിലുള്ള ഒരു വോട്ടിംഗ് പാറ്റേൺ വന്നപ്പോഴത്തേക്കാണ് 50% ചെന്നെത്തിയത്. ഇത് ഒരു വലിയൊരു ബ്രേക്ക് ത്രൂ ആണ് കേരളത്തിൽ. കാര്യം നമ്മുടെ തൃശ്ശൂർ MP ആയതുപോലെ അല്ല, അതിനേക്കാളും കൂടുതൽ ഇത് ജനകീയമായിട്ട്, മറ്റേത് ഒരാളുടെ ഒരു വ്യക്തിയുടെ വിജയമായിട്ട് കണക്കാക്കാമെങ്കിലും ഇത് 50 വ്യക്തികളുടെ കൂട്ടായ ഒരു സംഘടിതമായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഒരു വിജയമായിട്ട് മാത്രമല്ല, BJP ഇവരെല്ലാവരും ഈ ഒതുക്കാൻ ശ്രമിക്കുന്ന കാര്യം, അവർ ഒരിക്കൽ അധികാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ അത് പിന്നീട് ആ മണ്ഡലം കൈവിടാതിരിക്കാൻ വേണ്ടിയിട്ട് സംഘവും RSSഉം BJP എപ്പോഴും ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇനി അവർക്കത് ഒരിക്കലും കിട്ടില്ല എന്നുള്ളൊരവസ്ഥയിലോട്ട് പോയി എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് പറയുന്നത്. അപ്പം ദേശീയ തലത്തിൽ പ്രധാനമന്ത്രി തന്നെ തിരുവനന്തപുരത്ത് വിജയ ആഘോഷത്തിന് എത്തുമെന്ന് രാജീവ് ചന്ദ്രശേഖരെ വിളിച്ച് അറിയിച്ചിട്ടുണ്ട്, രാജീവ് ചന്ദ്രശേഖരെ വിളിച്ച് അഭിനന്ദിച്ചിട്ടുണ്ട്. അപ്പം ഈ തെരഞ്ഞെടുപ്പിൽ ഈ ഏറ്റവും മോശപ്പെട്ട ഒരു കാലാവസ്ഥയിൽ ഏറ്റവും നല്ല വിജയം നേടിയ ഒരു സംസ്ഥാനം എന്നുള്ള രീതിയിലും അതിൽ ഒരു കോർപ്പറേഷനിൽ പൂർണ്ണ അധികാരത്തിലെത്തുന്ന ഒരു സമയത്തും നരേന്ദ്രമോദിയെ പോലെ അമിത്ഷായെ പോലെയുള്ള ആൾക്കാർക്ക് സന്തോഷിക്കാനും ആഘോഷിക്കാനുമുള്ള കാരണങ്ങളുണ്ട്. ഈ വിജയം മറ്റു കോർപ്പറേഷനുകളിലേക്കും നടപ്പിലാക്കാൻ കഴിയുമോ? ഇപ്പോൾ തന്നെ കൊല്ലവും കോഴിക്കോടുമെല്ലാം പരിശോധിച്ച് നോക്കിയാൽ ഒന്ന് ആഞ്ഞു ശ്രമിച്ചാൽ വൈകാതെ തന്നെ അവിടെ അധികാരത്തിൽ വരാം. ജനസംഘത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ, ജനസംഘത്തിൻ്റെയും BJPയുടെയും ചരിത്രം തന്നെ നമ്മളെടുത്ത് നോക്കുമ്പോഴത്തേക്ക് എപ്പോഴും ഇവർക്ക് കാലുറപ്പിക്കാൻ പറ്റിയ സ്ഥലങ്ങൾ അർബൻ ഏരിയകളാണ്, കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റികളുമാണ്. അപ്പം കോർപ്പറേഷനിൽ തന്നെ കൂടുതലും സിറ്റി സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും BJPയുടെ കൂടുതൽ വോട്ടേഴ്സായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ കോർപ്പറേഷനിൽ ഉണ്ടാകുന്ന മാറ്റം ഭയങ്കര പ്രാധാന്യമുള്ള മാറ്റമാണ്. കോഴിക്കോട് നല്ല രീതിയിൽ അവർക്ക് അംഗസംഖ്യ വർദ്ധിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്, കൊല്ലത്ത് അംഗസംഖ്യ വർദ്ധിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. കൊച്ചി എന്ന് പറയുമ്പോൾ പിന്നെ ട്രഡീഷണലി CPM-ൻ്റെ കോൺഗ്രസിൻ്റെ ഒരു UDF-ൻ്റെ ഒരു ഏരിയയാണ്. കോഴിക്കോടും കണ്ണൂരും
തിരുവനന്തപുരത്തും കൊല്ലത്തും ഒക്കെ മാറ്റങ്ങൾ വരാമെങ്കിൽ തീർച്ചയായിട്ടും അർബൻ ഏരിയയിലോട്ട് BJPക്ക് കൂടുതൽ ശക്തി ഉണ്ടാക്കാനും കേരളത്തിൽ അധികാരം പിടിക്കുന്ന ഒരവസ്ഥയിൽ എത്തണമെങ്കിൽ ഈ കോർപ്പറേഷനുകളും മണ്ഡലങ്ങളും എല്ലാം അവർക്ക് പിടിച്ചെടുത്താലേ പറ്റുള്ളൂ. അങ്ങനെ ഒരു രീതിയിലേക്ക് അവർ വളരെ പതുക്കെ സ്ലോ ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു വരുന്നത് മോദിയുടെ ഒരു നേതൃത്വത്തിലായിരിക്കും ഇനി കേരളത്തിലെ നീക്കങ്ങളല്ലേ? തീർച്ചയായിട്ടും അദ്ദേഹം അത് പ്രത്യേകിച്ച് കേരളത്തിലെ ഇലക്ഷനും എപ്പോഴും കേരളത്തിലെ ഇലക്ഷൻ അദ്ദേഹം വളരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുന്നുണ്ട്. അവിടെ അദ്ദേഹത്തിൻ്റെ കണ്ണും കൈയും ഒക്കെ എത്തുന്നുണ്ട്. ചെയ്യാൻ പറ്റുന്ന എല്ലാ സഹായവും അദ്ദേഹം ചെയ്യുന്നുണ്ട്. ഈ വിജയത്തിൽ രാജീവിൻ്റെ റോൾ എന്താണ്? പക്ഷേ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് വരുമ്പോഴത്തേക്ക് അദ്ദേഹം RSSകാരനല്ലാത്ത ഒരു BJP നേതാവായിട്ടാണ് അദ്ദേഹം വരുന്നത്. സംഘത്തിൽ പ്രവർത്തിച്ചുള്ള പരിചയം പുള്ളിക്കാരനില്ല. പക്ഷേ വന്നപ്പോഴത്തേക്ക് തൊട്ട് തന്നെ CPMനെ കൃത്യമായിട്ട് എതിർക്കാനും പിണറായിയുമായിട്ട് ശക്തമായ രീതിയിൽ സംവദിക്കാനും എതിർത്ത് സംവദിക്കാനും ഒക്കെ ഉള്ള ഒരു കഴിവ് അദ്ദേഹം കാണിച്ചിട്ടുണ്ട്, ഒരു നേതൃഗുണം കാണിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം മണ്ഡലത്തിലും കഴിഞ്ഞ തവണ അങ്ങനെയാണ് വന്നത്. CPMൻ്റെയും CPIയുടെയൊക്കെ വോട്ടുകൾ കോൺഗ്രസ്സിന് പോയി ശശി തരൂർ ജയിക്കാനുണ്ട്. അപ്പോൾ BJPയുടെ സ്ഥാനാർത്ഥി ജയിക്കാതിരിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യ മുന്നണി കേരളത്തിൽ പലയിടത്തും ഒളിഞ്ഞ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇരയായിരുന്നു ഈ രാജീവ് ചന്ദ്രശേഖർ. ഈ മുറിവേറ്റ സിംഹം അല്ലാത്ത സിംഹത്തിനേക്കാളും കുറച്ചുകൂടെ കരുത്ത് കാട്ടുമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആ തിരുവനന്തപുരത്ത് പുള്ളിക്കാരന് കിട്ടിയ ആ ഒരു തിരിച്ചടി, പുള്ളിക്കാരന് ഒരു നേട്ടം അത്യാവശ്യമായ ഒരു ഘട്ടത്തിലാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ കയ്യിൽ കിട്ടുന്നത്. എന്തായാലും അദ്ദേഹത്തിന് ആശ്വസിക്കാനും സന്തോഷിക്കാനുമുള്ള എല്ലാ കാരണങ്ങളും ഉള്ള ഒരു വിജയമാണ്. പ്രത്യേകിച്ച് BJPയെ സംബന്ധിച്ചിടത്തോളം നിയമം നഷ്ടമായിരിക്കുന്ന സാഹചര്യത്തിൽ. അതെ, നിയമമല്ല. കഴിഞ്ഞ 2-3 ഇലക്ഷനായിട്ട് 10,000-20,000 വോട്ടിനകത്താണ് എപ്പോഴും CPM BJPക്ക് ഈ സീറ്റുകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അല്ല, നാം നിയമസഭ പരിശോധിക്കുകയാണെങ്കിലും നിയമം നഷ്ടപ്പെട്ട ഒരു മുറിവുണ്ടല്ലോ. അതെ, നിയമം നഷ്ടപ്പെട്ടതിൻ്റെ ഉണ്ട്, സിറ്റിംഗ് സീറ്റ് പോയതിൻ്റെ ഒരു മുറിവ് എന്തായാലും ഉണ്ട്. പക്ഷേ അദ്ദേഹം പേഴ്സണലായിട്ട് നേരിട്ട ഒരു ട്രാജഡി എന്ന് പറയുമ്പോൾ പുള്ളിക്കാരൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത്രയും വലിയൊരു പരാജയം തോന്നുന്നു. ഈ ഇത്ര നിസ്സാര വോട്ടിന് പരാജയം വരിക്കുമെന്ന് പുള്ളിക്കാരൻ വിചാരിച്ചില്ല. പക്ഷേ അവിടെ പ്രവർത്തനത്തിലുള്ള കുറച്ച് പ്ലാനിങ്ങിലൊക്കെ ഉള്ള കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അദ്ദേഹം പുതിയ ഒരാളായതുകൊണ്ട് അദ്ദേഹത്തിന് അത് ചെയ്യാൻ പറ്റിയില്ല. എന്തായാലും അദ്ദേഹം പഠിച്ചെടുത്ത്, ഒരു ടെക്നോക്രാറ്റും കൂടെ ആണല്ലോ പുള്ളിക്കാരൻ, പഠിച്ചെടുത്ത് ഓരോരോ നേതാക്കളെയും ഓരോരോ പ്രദേശങ്ങളെയും അവിടുത്തെ ആവശ്യങ്ങളെല്ലാം നേടിയെടുത്ത് വികസിത കേരളം എന്നുള്ളൊരു മുദ്രാവാക്യത്തിൽ പുള്ളിക്കാരൻ പോവുകയാണ്. തിരുവനന്തപുരം മാത്രമല്ല, കേരളം മുഴുവൻ പിടിച്ചടക്കുന്നതിൻ്റെ ഒരു തുടക്കമായിട്ട്, അശ്വമേധത്തിൻ്റെ തുടക്കമായിട്ട് നമ്മളത് കണ്ടാൽ മതി. ഇപ്പോൾ ആദ്യം BJPക്ക് വിജയത്തിന് കടിഞ്ഞാണിട്ടിരുന്നത് ഈ വിഭാഗീയതയായിരുന്നു. അതിനെ ഒരു പരിധിവരെ ഒഴിവാക്കാൻ രാജീവിന് കഴിഞ്ഞിട്ടുണ്ടല്ലോ. അതെ, വിഭാഗീയത ഒരു വിഷയമായിരുന്നു. ജാതി സമവാക്യങ്ങളും എപ്പോഴും BJPക്കകത്തൊരു വിഷയമായിരുന്നു. പിന്നെ ഈ BJP എപ്പോഴും പ്രതീക്ഷിക്കുന്ന ഒരു വോട്ടുണ്ട്. എപ്പോഴും ഈ BDJSൻ്റെ വോട്ട് BJPക്ക് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലും കണക്കൂട്ടലാണ് അവരെപ്പോഴും മുന്നോട്ട് പോയിട്ടുള്ളത്. പക്ഷേ BDJSന് കേരളത്തിൽ വോട്ടില്ല എന്നുള്ള കാര്യം, വെള്ളാപ്പള്ളി പോലും BDJSന് വോട്ട് ചെയ്യില്ല എന്നുള്ള അവസ്ഥയിൽ വന്നപ്പോഴത്തേക്കാണ് അവർക്ക് മനസ്സിലായത്. പിന്നെ BDJSൻ്റെ പുറത്തുള്ള ആ ഒരു ആശ്രയത്വം അവർ ഒഴിവാക്കുകയും സ്വന്തമായിട്ടുള്ള ശക്തികളുമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് അവർ തീരുമാനിക്കുകയും ചെയ്തതാണ് ഒരു പ്രത്യേകത. എന്തായാലും BDJS പോലുള്ള ഘടകകക്ഷികൾ, ശക്തിയില്ലാത്ത ഘടകകക്ഷികൾ ശക്തി ആർജിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റും കൂടെയാണ് ഈ ഒരു ഇലക്ഷൻ. കാര്യം BJPക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നത് മാത്രം ചെയ്യുക, ബാക്കിയുള്ളത് അവർക്ക് വിട്ടുകൊടുക്കുക എന്നുള്ള രീതിയിൽ. അങ്ങനെ തിരുവനന്തപുരത്ത് വളരെ ഓർക്കസ്ട്രേറ്റഡ് ആയിട്ടുള്ളൊരു വർക്ക് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടന്നു. മാത്രമല്ല, കഴിഞ്ഞ തവണ 10-35 അംഗങ്ങൾ ഉണ്ടായിരുന്നപ്പോഴത്തേക്ക് വിജയത്തിലേക്ക് ഒരു ശകലം ദൂരം കൂടെ മാത്രമേ ഉള്ളൂ എന്നുള്ള രീതിക്ക് അവർ വർക്ക് ചെയ്തു തുടങ്ങി. കഴിഞ്ഞ കോർപ്പറേഷനിലെ കൗൺസിലർമാരുടെ വർക്കുകളും വളരെ ശ്ലാഘനീയമായ വർക്കാണ് അവർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് മിക്കവരും റീഎലക്ട് ചെയ്ത് വന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ നല്ല ഒരു ഭരണം അടുത്ത കോർപ്പറേഷനിൽ കാഴ്ച വെച്ച് കഴിഞ്ഞാൽ തിരുവനന്തപുരം കോർപ്പറേഷൻ പോലെ മറ്റു കോർപ്പറേഷനുകളും അവർക്ക് നേടാനാവും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.